എല്ലാവർക്കും സ്വാഗതം. വളരെ ആകാംക്ഷയോടെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി എന്ന് എന്തെങ്കിലും വിശ്വസിക്കുന്ന അല്ലാത്തവരും ഉണ്ടാവും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പറയണം. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം. അപ്പോൾ എന്താ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോണും തിരിച്ചപ്പോൾ എന്തൊക്കെയോ മാറി മറിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള എത്ര പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആദ്യം പറയുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട് ഇല്ലാത്ത രീതിയിൽ, അതേപോലെ തന്നെ ഗ്ലോബൽ അൺസർട്ടനിറ്റീസും എല്ലാം നിലക്കുന്നുണ്ട്. അപ്പോൾ ഫെഡറലിൻ്റെ റേറ്റ് കട്ട് എന്ന് പറയുന്ന ഒരു സാധനം അത് നടന്നു കഴിഞ്ഞു 0.25. ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മൾ അടുത്ത് നോക്കുന്നത് ജനുവരിയിൽ റേറ്റ് കട്ട് ചെയ്യുക എന്നുള്ള 2025 2 റേറ്റ് കട്ട് ഉണ്ടാവുള്ളൂ എന്ന സിഗ്നലൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ 93% ഏകദേശം ആളുകളും കരുതുന്നത് എന്താ വെച്ചാൽ റേറ്റിൽ വലിയ ചേഞ്ച് ഒന്നും വരുത്താൻ സാധ്യതയില്ല എന്നുള്ള നിലക്കാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ തന്നെ ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് ഡേറ്റ്, അതായത് ഡ്യൂറബിൾ ഗുഡ് ഓർഡേഴ്സ്, അത് നവംബറിലത് 1.1% ഇടിവ് വന്നിട്ടുണ്ട്. അതേപോലെ കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് 104.7 ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യമുണ്ട്, അത് ഒരു വലിയ രീതിയിൽ ചില ഒരു ചിന്താഗതികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എക്കണോമിക് പോളിസികൾ എങ്ങനെയായിരിക്കാം ഇനി എടുക്കുക ജനുവരിയിൽ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈവൻ നമ്മൾ പറയുന്നുണ്ടെങ്കിലും റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളത് എന്തായാലും ഫെഡറലിൻ്റെ ടൂണിന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലോ രീതിയിലുള്ള റേറ്റ് കട്ട് ഇനി വലിയ രീതിയിലുണ്ട്. ഒരു അഗ്രസീവ്നെസ് ഉണ്ടാവില്ല, ടൈറ്റനിങ് ഓഫ് മോണിറ്ററി പോളിസി ഉണ്ടാവില്ല ഉള്ള ഒരു ടൈറ്റനിങ് മോണിറ്ററി പോളിസി ഉണ്ടാവും, ലൂസനിങ് ഉണ്ടാവില്ല, ഈസി മോണിറ്ററി പോളിസി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഹോക്കിഷ് ലെവലായിരിക്കാം എടുക്കുക എന്നുള്ളതാണ്. അത് എന്ന് കരുതി വെച്ച് US ഡോളർ സ്ട്രെങ്തനിങ് നടന്നാൽ പോലും നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല. ഈ ഗ്ലോബൽ അൺസർട്ടനിറ്റി ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഗോൾഡ് അങ്ങ് തകർന്നിടിയെന്ന് പറയാൻ വയ്യ. കാരണം ഗോൾഡ് സ്ട്രോങ് ആയിട്ട് നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് 38 പേര് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അസർബൈജാനിൽ നിന്ന് പോകുന്ന വിമാനത്തിൽ ഉള്ള ആളുകൾ 38 പേര്, പാസഞ്ചർ പ്ലെയിൻ ആയിരുന്നു, 38 പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ആ അപകടത്തിൽ വന്നിട്ട് കസാക്കിസ്ഥാൻ വെച്ചിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അതോറിറ്റീസ് പറഞ്ഞ അന്വേഷണത്തിൻ്റെ ഇപ്പോൾ പുറത്ത് വിടില്ല. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടൊക്കെ പറയുന്നത് ചില ഫോക്സിൻ്റെ കാരണം, മുഴൽമണ്ണിൻ്റെ ഒക്കെ കാരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൽഹാം അലിയേവ്, എല്ലാവർക്കും അറിയാമല്ലോ, ആര് നമ്മുടെ അസർബൈജാനിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം ഇപ്പോൾ ബുധനാഴ്ച റഷ്യയിൽ ഒരു സമ്മിറ്റിൽ പോകാൻ നിൽക്കുന്നു, അതിപ്പോൾ കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അസർബൈജാനിൻ്റെ പ്രസിഡന്റ് അസർബൈജാനിൽ നിന്നും റഷ്യയിലേക്കുള്ള പ്ലെയിനും ആയിരുന്നു ഇത് എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ട് എന്നുള്ളത് വെറുതെ. പക്ഷേ ഇതൊരു ഫോഗ് എന്നുള്ളതാണ്. എന്നാലും അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അവരെല്ലാവരും അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറാണ് 23 പേര് ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ഡ്രോണ് ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് യമനിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് ഉണ്ടായിട്ട് അവിടെ സൈറൻ മുഴങ്ങുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയെ ചോദിക്കുന്നുണ്ട് ബംഗ്ലാദേശ് ഇന്ത്യ കൊടുക്കാൻ സാധ്യതയൊന്നും ഇല്ല. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തായാലും അഭയം ഇന്ത്യയിൽ തേടിയതല്ലേ. സാധാരണ പല ആളുകളും ലണ്ടനിലൊക്കെ അഭയം തരുന്നില്ല, പക്ഷേ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് അഭയം നേടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ കൊടുക്കാൻ സാധ്യതയില്ല. അവർക്ക് അവരുടെ ജുഡീഷ്യറിയുമായി സഹകരിപ്പിക്കാനാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതൊക്കെ ഒരു കാര്യം. സീസ് ഫയർ ആണ് ഈ ഗാസയിൽ ഡിലേ ചെയ്തു പോകുന്ന ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓക്കെ, എന്തായാലും ഒരു നമ്മൾ എത്ര പെട്ടെന്ന് ലോക സമാധാനം ഉണ്ടായിട്ട് ഇതുങ്ങൾ അവസാനിക്കട്ടെ എന്ന് പറയുന്നത്. എന്തായാലും എന്തെങ്കിലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന് എങ്ങനെയായിരിക്കും എന്നുള്ള സംശയങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം 56,800 പവന്, ഗ്രാമിന് 7,100. നാളെ സ്വർണ്ണവില മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ്. ക്രിസ്മസിൻ്റെ അടവാണ്. പിന്നെ ഈ ആഴ്ച ഒരു സ്റ്റഡി ലെവലിലായിരിക്കും ഗോൾഡിൻ്റെ ഒരു പോക്ക് ഏകദേശം എന്നുള്ളതാണ്. വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് ഈ ആഴ്ച എന്തൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ വലിയ രീതിയിൽ സ്വർണ്ണവിലയിൽ മാറ്റങ്ങൾക്ക് ഉണ്ടായില്ല. നാളെ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കില്ല, കാരണം മാർക്കറ്റ് അടഞ്ഞു കിടക്കണോണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അറിയിക്കും. ഓക്കെ, രാവിലെ എപ്പോഴാണ് തുറക്കലത് പോലും അറിയില്ല കേട്ടോ, അത് അടഞ്ഞു കിടക്കുകയാണ്. രാവിലെ നേരത്തെ തുറന്നു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും സ്വർണ്ണവില മാറ്റമില്ലാത്ത അവസ്ഥയിൽ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതങ്ങനെയാണ്. ഇനി സ്വർണ്ണവില കൂടുമ്പോൾ കുറയുമ്പോൾ എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രസക്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ രീതിയിലുള്ള ഈ പ്രശ്നങ്ങൾ, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഭയങ്കര പ്രശ്നമായി കണ്ട് കിടക്കുക. ട്രംപ് ഒന്ന് നിർത്തണം എന്നാലത് നടക്കുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഈ ലെവലിൽ നിൽക്കും, മനസ്സിലായില്ലേ. ഈ ആഴ്ച സ്റ്റഡി ലെവൽ, പിന്നീട് അങ്ങോട്ട് ഈ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റീസ് ബേസ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങളുടെയൊക്കെ പോക്ക്. സീസ് ഫെയർ വരുന്ന പശ്ചാത്തല യുദ്ധങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ സ്വർണ്ണവിലക്ക് നേരിയൊരു കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഹൈ സപ്പോർട്ട് തന്നെ ഗോൾഡ് പെർസിസ്റ്റൻ്റായിട്ട് നിൽക്കുകയും എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഇതിൽ തന്നെ തിരിഞ്ഞു വരുമ്പോൾ ഗോൾഡ് മുകളിലേക്ക് പോകും. അതായത് ഒരു ദുഃഖകരമായ സംഭവം മനുഷ്യന് സംഭവിക്കുമ്പോൾ സ്വർണ്ണവില ഉയരുന്ന ഒരവസ്ഥയാണ് എന്ന്
എന്താ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ഒരു പരിതാപകര സ്ഥിതിയാണ് ഇന്ത്യയിൽ എന്നുള്ളത്. എന്തായാലും ഇന്ത്യയിൽ വരാമൊക്കെ ഓരോ കമൻറ്റുകളുണ്ടായിരുന്നു ഓരോരുത്തർ. ഞാൻ അടുത്ത ഈ വീഡിയോയിൽ ചെയ്യണമെന്ന് കരുതില്ല. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ആരോടെയൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം മറുപടി എല്ലാത്തിനും നൽകണം. താങ്ക് യു.